സ്മൃതി പരുത്തിക്കാടിൻ്റെ ഒരു ഏറ്റുപറച്ചിൽ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. SFI സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ കേലോത്തിനെ ഒരിക്കൽ ചർച്ചയിലിരുത്തി അധിക്ഷേപിക്കാൻ ശ്രമിച്ചതിൽ അവർ കൊടുത്ത മറുപടി അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ്. മറുപടി കേട്ടാൽ തന്നെ അറിയാം, താൻ എന്തോ ഒരു സംഭവമാണ്, ചർച്ചയിൽ വന്ന് പരിചയമില്ലാത്തവർ ചില വർത്തമാനങ്ങൾ പറഞ്ഞത് എന്തോ കുറ്റം പോലെയാണ്. അതായത് ഈ ചർച്ചയെന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ മാങ്ങാത്തൊലിയാണല്ലോ. ആ മാങ്ങാത്തൊലിയിൽ വന്നിരിക്കുന്നവർ അതിൽ പ്രായം നോക്കിയാണ് അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവർക്കറിയാവുന്ന കണ്ടന്റ് അല്ല, പഠിച്ചുകൊണ്ട് വന്ന കാര്യങ്ങൾ പറഞ്ഞു അത്രേ. അതാണെന്ന് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നതെന്നും. ആരാ പറയുന്നേ? ചർച്ചാ ദുരന്തമായിട്ട് കേരളം കാണുന്ന വ്യക്തി സ്വയം പറയുകയാണ് ഇപ്പോഴും താൻ ചെയ്തത് ശരിയാണെന്ന തോന്നലിൽ തന്നെയാണ് ആ വർത്തമാനം. ഞാൻ ചോദിക്കുന്ന ചോദ്യം പുച്ഛമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് ഞാൻ തിരുത്തേണ്ട കാര്യമാണല്ലോ. ഞാൻ അങ്ങനെയല്ല ചോദിച്ചിട്ടുള്ളത്. ചില സമയത്ത് ഒച്ച ഉയർത്തി പോയിട്ടുണ്ടാകും. ചില സമയത്ത് അപ്പുറത്തുനിന്ന് ഒച്ച ഉയരുമ്പോൾ സ്വാഭാവികം നമ്മുടെയും ഒച്ച ഉയരും. അതൊരു ദേഷ്യവും ബഹളം. അതൊരു എന്താ പ്രവർത്തനം തുടങ്ങിയ ഒരു പെൺകുട്ടിയാണ്. വളരെ സ്മാർട്ടായിട്ടുള്ള പെൺകുട്ടിയാണ്. പക്ഷേ എൻ്റെ ചോദ്യങ്ങൾ കേൾക്കുന്നേ ഉണ്ടായിരുന്നില്ല. ചോദ്യം കേൾക്കാത്ത പോലെ പഠിച്ചു വെച്ച പോലെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ അവർ തുടക്കമായിരിക്കാം ചർച്ചയിൽ വരുന്നത്. അപ്പോൾ കുറെ കഴിയുമ്പോൾ ചോദ്യം കേൾക്കാണ്ടായപ്പോൾ എനിക്കും കുറച്ച് ഇറിറ്റേഷൻ വന്നു. ഞാൻ കുറച്ച് രൂക്ഷമായി സംസാരിച്ചു. അതിൻ്റെ ഒരു വിമർശനം ഉണ്ടായിരുന്നു. അതൊന്നും ആ കുട്ടി മനസ്സിൽ വെച്ചെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എൻ്റെ കുഴപ്പങ്ങളായി തന്നെ ഞാൻ കാണുന്നുണ്ട്. ഞാനത് കുറേയൊക്കെ മാറ്റിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ചില വിഷയങ്ങൾ വരുമ്പോൾ പക്ഷെ ചിലപ്പോൾ അത് അങ്ങനെ നിൽക്കാറില്ല. തിരുത്തുന്നുണ്ട് പോലും. കോക്കനട്ട് ബഞ്ച് അഥവാ തേങ്ങാക്കൊല എന്ന് പറയും. ചിലത് തിരുത്തിയാലും നന്നാവാൻ പോണില്ല. ആ ഗണത്തിൽപ്പെട്ട ഒരു ഇനമാണ്. അതായത് ആദ്യം ഒരു വ്യക്തിക്ക് തിരുത്തണമെന്നുണ്ടെങ്കിൽ വേണ്ടത് സ്വയം തിരിച്ചറിവും സ്വയം വിലയിരുത്തലുമാണ്. ഇത് രണ്ടുമില്ലാത്ത കേരളത്തിലെ ഒരു അവതാരക ദുരന്തമാണ് ഈ പറയുന്ന സ്മൃതി. അത് പലകുറി പല സന്ദർഭത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. അനുശ്രീ കേലോത്തിനോട് മാത്രമാണോ ഇത് ചെയ്തിട്ടുള്ളത്? DYFI സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള വസീഫ് ഒരിക്കൽ പണി നിർത്തി പോകാൻ പറ്റുമോ എന്ന് വെല്ലുവിളിച്ചിരുന്നു. കാര്യം AKG സെന്ററുമായി ബന്ധപ്പെട്ട ഒരു പച്ച കള്ളം വിളിച്ചു പറഞ്ഞ സന്ദർഭത്തിൽ ഈ ചോദ്യം ചോദിച്ചു. അന്ന് അന്തസ്സുള്ള ആ വ്യക്തിയായിരുന്നെങ്കിൽ കളഞ്ഞിട്ട് പോയേനെ. ഇപ്പോൾ പിന്നെ ഓൺലൈൻ പ്രൊമോഷനാണല്ലോ. ഓൺലൈൻ പ്രൊമോഷനിലൂടെ കുറച്ച് മൈലേജ് ഉണ്ടാക്കിയെടുക്കാനുള്ള പരിശ്രമമാണ്. പക്ഷേ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാം, ആത്മാർത്ഥതയില്ലാതെ വെറുതെ പ്രഹസനമായി സംസാരിച്ചു പോകുന്ന ഒരാൾ. അതായത് സ്വയം ധരിക്കുകയാണ് ഞാൻ എന്തിൻ്റെയൊക്കെ അപ്പോസ്തലയാണെന്ന്. ഒരു മണ്ണാങ്കട്ടയല്ല എന്ന് കേരളം തിരിച്ചറിഞ്ഞിട്ടും ഒരാൾക്ക് അങ്ങനെ കരുതാൻ അവകാശമുണ്ട്. കാര്യം ഏതെങ്കിലുമൊക്കെ വഴിയിൽ ഏതെങ്കിലുമൊക്കെ ചില പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ കഴിവാണെന്ന് സ്വയം ധരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ചില ഗോഡ് ഫാദർമാരൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും ഏത് കസേരയിൽ വേണമെങ്കിലും കയറിയിരിക്കാം. അങ്ങനത്തെ ഒരു ഇനമാണ്. ആ ഇനത്തിൻ്റെ ഈ വർത്തമാനം കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പുച്ഛമാണ് തോന്നുന്നത്. ഒരു വ്യക്തിയോട് വിളിച്ചു വരുത്തി അപമര്യാദയായി പെരുമാറിയതിന് ശേഷം അത് അങ്ങനെ സംഭവിച്ചതാണ് ഇങ്ങനെ സംഭവിച്ചാണെന്നല്ല. മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങോട്ടേക്ക് വിളിച്ച് ക്ഷമ ചോദിക്കണമായിരുന്നു. അതാണ് ഒരു വ്യക്തിയുടെ ക്വാളിറ്റി എന്തെന്ന് പറയുന്നത്. അല്ലാതെ ഈ രീതിയിൽ അതിന് വിമർശനം ഉണ്ടായെങ്കിൽ പോലും ആ കുട്ടിക്ക് ചർച്ചയിലിരുന്ന പരിചയമില്ലത്രേ. ഈ പറയുന്ന ഭജന കച്ചേരിയിൽ വന്നിരിക്കാൻ എന്തിനാണ് എക്സ്പീരിയൻസ്? പറയേണ്ട കാര്യങ്ങൾ അറിയാമെങ്കിൽ അത് കൃത്യമായി പറയും. അതിനെ നിങ്ങൾ പറയും പഠിച്ചുകൊണ്ടുവന്ന കാര്യങ്ങൾ പറയുകയാണെന്ന്. പിന്നെ താങ്കൾ അന്തരീക്ഷത്തിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുത്താണല്ലോ പല കാര്യങ്ങളും അവതരിപ്പിക്കാറുള്ളത്. വ്യക്തികൾ ഒരു വിഷയം അവതരിപ്പിക്കാൻ വരുമ്പോൾ സ്വാഭാവികമായും പഠിച്ചുകൊണ്ടുവന്ന കാര്യങ്ങൾ തന്നെയാണ് പറയാറുള്ളത്. അല്ലാതെ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് പോലെ അല്ല എന്ന് ഈ വിവരക്കേട് മനസ്സിലാക്കണമെന്ന് മാത്രമേ അഭ്യർത്ഥിക്കാനുള്ളൂ.